കൂട്ടുകെട്ടാണ്, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടുകെട്ടായി തീരട്ടെ. ഒരുവയുടെ സാഹോദര്യത്തിൻ്റെ ഒരു സന്ദേശം ഇതിൽ കൂടി നൽകുന്നുണ്ട്. ഞാനിതിൽ അവതരിപ്പിച്ച കഥാപാത്രം, ഇതിലെ ഹീറോയിൻ ചന്ദനയുടെ അച്ഛൻ്റെ റോളാണ്. ഒട്ടേറെ കലാകാരന്മാർ, ദേവൻ, ഉണ്ണി, ഒരു ഒട്ടേറെ താരങ്ങൾ അണിനിരത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇതിൽ അഭിനയിച്ച എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ കൃത്യമായ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. ഒരുപാട് പേരുടെ മുഖമൊക്കെ മറന്നുപോയി. അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ കണ്ടപ്പോൾ ചിരിച്ചില്ലെങ്കിലും അഭിവാദ്യം ചെയ്തില്ലെങ്കിലും ഒന്നും തോന്നരുത്. കാരണം മറവി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഏകദേശം 1 വർഷത്തോളമായി ഈ പടം 6-ാം തീയതി റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ഈ പടം കണ്ട് അതിനെ നമ്മൾ മാക്സിമം പരമാവധി പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും ഒരിക്കൽ കൂടി ഇതിൻ്റെ 100-ാം ദിവസമോ 50-ാം ദിവസമൊക്കെ ആഘോഷിക്കാൻ വീണ്ടും നമുക്കെല്ലാം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ലോകത്തുള്ള ഏത് മനുഷ്യനും ജീവിക്കുന്നത് നിയമങ്ങളുടെ കീഴിലാണ്. മനുഷ്യന് നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു നിയമത്തിൻ്റെ കീഴിലാണ് മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. 2ാമത് മതത്തിൻ്റെ നിയമം, 3 കുടുംബത്തിൻ്റെ നിയമം, സാമൂഹിക നിയമങ്ങൾ, പിന്നെ പ്രകൃതിയുടെ നിയമം. പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിയമം ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ നിയമമാണ്. മനുഷ്യൻ എത്ര മുകളിലേക്ക് ചാടിയാലും അവൻ താഴേക്ക് തന്നെ വീണ്ടും പോരും. അവസാനമായിട്ട് മനുഷ്യന് ദൈവം ഒരു നിയമം നൽകിയിട്ടുണ്ട്, മരണത്തിൻ്റെ നിയമമാണ്. നമുക്കറിയാം, ജനന മരണങ്ങളെല്ലാം ഓരോ നിയമത്തിൻ്റെയും കീഴിലാണ്. ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ചില ജോലികൾ അവൻ ചെയ്തു തീർക്കാനുണ്ട്. ഈ ബൈബിളൊരു വചനമുണ്ട്, ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സകലരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നവരെ മനുഷ്യ മക്കളുടെ മേൽ ഭാരമുള്ളൊരു മുഖം വയ്ക്കപ്പെട്ടിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും ജനിച്ചത് മുതൽ മരിക്കുന്നവരെ ഓരോ ജോലികൾ ചെയ്തു തീർക്കാൻ. ചിലരൊക്കെ കലാകാരന്മാരായി, ചിലരൊക്കെ ഡോക്ടറായി, ചിലരെ എഞ്ചിനീയറായി, ചിലരൊക്കെ പ്രൊഡ്യൂസർമാരായി, ചിലർക്ക് ഡയറക്ടർമാരായി, ചിലർക്ക് നല്ല ഗായകരായി, അങ്ങനെ വിവിധതരം ജോലികൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രൊമോഷനും ഈ അഭിനയവും ഒക്കെ. തീർച്ചയായും ഇതെല്ലാം ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മൾ നിയമത്തിൻ്റെ കീഴിൽ ജീവിച്ച് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് മാതൃകയായി തീരുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. സ്നേഹമില്ലെങ്കിൽ അവിടെ ഫ്രണ്ട്ഷിപ്പില്ല. കാരണം ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും ഉദാത്തമായ ഒരു വികാരമാണ് സ്നേഹം. സ്നേഹം, ആനന്ദം, സമാധാനം, സന്തോഷം, ദയ, കാരുണ്യം, വിശ്വസ്ത, സൗമ്യത, ആത്മസംഭയം, ഇങ്ങനെ ഒരുപാട് വികാരങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തെ ദൈവം നിറച്ചിരിക്കുകയാണ്. ഈ എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കാനും പങ്കുവെക്കാനുള്ള ഓരോ അവസരങ്ങൾ മനുഷ്യന് കിട്ടുമ്പോൾ അത് സ്വായത്തമാക്കുകയും അത് പ്രകടിപ്പിക്കുകയും അപ്രകാരം ചെയ്യുന്നതും മനുഷ്യോചിതമാണ്. അത് ദൈവത്തിൻ്റെ പ്രീതികരമായൊരു സംഭവമാണ്. തീർച്ചയായും വളരെ ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒന്നു ചേർന്നപ്പോൾ, കണ്ടുമുട്ടിയപ്പോൾ ഹൃദയത്തിന് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു കലയുടെ പേരിൽ, ഒരു കലാസൃഷ്ടിയുടെ പേരിൽ, ഫ്രണ്ട്ഷിപ്പ് എന്ന സിനിമയുടെ പേരിൽ വീണ്ടും ഒരിക്കൽ കൂടി വന്ന് കാണുവാനും നമ്മൾ സ്നേഹം പങ്കുവെക്കുവാനും സൗഹൃദങ്ങൾ പങ്കുവെക്കുവാനും സാധിച്ചത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. വീണ്ടും ഈ ഫ്രണ്ട്ഷിപ്പ് വളരെ ആനന്ദകരമായി തീരട്ടെ, തിയേറ്ററിൽ നിറഞ്ഞു കവിഞ്ഞ് ഓടട്ടെ. എല്ലാവരും ഇതിനുവേണ്ട പ്രോത്സാഹനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചത് എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. ഇതിൽ അഭിനയിച്ച ചെറിയ വലുതുമായ എല്ലാ കലാകാരന്മാർക്കും എല്ലാവിധ പ്രോത്സാഹനം നേരുന്നു. ഇത് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ആ ചെറുപ്പക്കാരുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ആ 4 ചെറുപ്പക്കാരുടെ സിനിമയിലേക്കുള്ള പ്രവേശം കൂടിയാണിത്. അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പും അതിലേക്ക് കടന്നു വരുന്ന 2 പെൺകുട്ടികളും അവിടെ നടക്കുന്നൊരു ഇൻസിഡൻറ്റ് ദേവൻ്റെ നേതൃത്വത്തിൽ വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനിലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാനിൽ അഭിനയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ദേവൻ സാറിൻ്റെ കൂടെയും സ്ഫടികൻ ജോർജ് സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മളെപ്പോലെ സിനിമാ മോഹമുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെയും ഞങ്ങളെപ്പോലുള്ള ആളുകളുടെയും ആവശ്യമാണ്. ശരിക്കും മീഡിയയാണ് സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത്. മീഡിയയിലൂടെ മാത്രമേ പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യണം. കാരണം വലിയ സിനിമകൾ
നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോലുള്ള സിനിമാ പ്രേമികളുടെ സിനിമ ചിലപ്പം വലിയ ആ രീതിയിലേക്ക് സിനിമ ഉയർന്നില്ലെങ്കിലും കലാമൂല്യമുള്ള സിനിമയാണെന്ന് തറപ്പിച്ച് പറയാൻ കഴിയും. ഞങ്ങൾ സിനിമ കണ്ടതാണ്. ഞങ്ങളുടെ സിനിമ ആയതുകൊണ്ട് മാത്രം പറയല്ല, ആ ഫ്രണ്ട്ഷിപ്പ് വളരെ നന്നായി ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഇൻസിഡൻറ്റിൻ്റെ അന്വേഷണം ഒരു ക്രൈം ത്രില്ലറാണ്. അതൊക്കെ ആ രഹസ്യ സ്വഭാവവും എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ചിത്രീകരിക്കാൻ കഴിഞ്ഞ ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ എല്ലാവരും കാണണം. അത് നിങ്ങൾ പരമാവധി പ്രൊമോട്ട് ചെയ്യണം. എല്ലാവരെയും തിയേറ്ററിലേക്ക് എത്തിക്കുക. അതിൻ്റെ പ്രൊമോഷനിലൂടെയാണ് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു സഹകരണം നിങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം. ഞങ്ങൾ ഒരുപാട് പേരുടെ മോഹങ്ങളാണ് ഈ സിനിമ. ആ സിനിമ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യവും കൂടിയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു ആദ്യം, അത് റൂഹ് എന്ന് പറഞ്ഞ ആൽബം 1.6 മില്യൺ അടിച്ചു. അത് കണ്ടപ്പോഴാണ് മമ്മിക്ക് പറഞ്ഞത് ഇങ്ങനെ പടമുണ്ട്, അഭിനയിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാനതിൽ അഭിനയിച്ചു. നമുക്ക് അഭിനയമോഹമുണ്ട്. എന്തായാലും ഈ പടം 4 സോങ്ങിൽ ഒരു സോങ് ദുബായിൽ ഞാനാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അത് സൂപ്പറായിട്ട് 1.8 മില്യൺ അടിച്ചിട്ടുണ്ട് ആൽബം അല്ല സോങ്. അപ്പോൾ ഇവിടെ വന്നുള്ള എല്ലാ മീഡിയക്കാരോടും എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ പ്രൊഡ്യൂസർമാരൊക്കെ ഉണ്ട് വലിയ വലിയ പടം ഓടിക്കുന്നത്. ഞാൻ കുറേ പടം കണ്ടിരുന്നു. എന്നാലും നമ്മളെ പടം ശരിക്കും ജനങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. 1 ഹിറ്റ് ആവുമെന്ന് നമുക്ക് ധൈര്യമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എല്ലാവരും വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. ഒരു സിനിമയാണെങ്കിലും ഒരു കോമഡി ഷോ ആണെങ്കിലും നാടകമാണെങ്കിലും ഒക്കെ അതിനെ വിജയിപ്പിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് പ്രേക്ഷകരാണ്, പ്രത്യേകിച്ച് മീഡിയാസ്. കാരണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനങ്ങളാണ് ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. അപ്പോൾ ഈ സിനിമയെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്യുക. എല്ലാ ബഹുമാന്യ പ്രേക്ഷകരും തിയേറ്ററിൽ പോയി ചിത്രം കണ്ട് ഞങ്ങളെപ്പോലുള്ള കൊച്ചു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. ഈ ചിത്രത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. ഒരു ആർജെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് മമ്മിക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത്. ഞാൻ കൊമേഴ്ഷ്യൽ റേഡിയോസിലും അതുപോലെ ഓൺലൈൻ റേഡിയോസിലൊക്കെ വർക്ക് ചെയ്തൊരു ആർജെ ആയിരുന്നു. എൻ്റെ ഒരു പരസ്യം, ഒരു തമാശ രൂപത്തിലുള്ള ഒരു പരസ്യം, ഒരു ആഡ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം റീല് കാണുന്നവരുണ്ടാവും. അപ്പം അതിലൊരു പരസ്യം കണ്ടിട്ടാണ് മമ്മിക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ കോൺടാക്ട് ചെയ്തു. ഇങ്ങനൊരു പടമുണ്ട്, സബ്ജക്റ്റ് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതിനു മുമ്പ് തന്നെ പറയട്ടെ, ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആങ്കറും കൂടിയായിരുന്നു, സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കുന്ന ഒരാൾ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ ഒരു അവസരം ഇത്രയും നാളും ക്യാമറയുടെ പുറകിൽ അല്ലെങ്കിൽ ക്യാമറയുടെ തൊട്ട് മുമ്പിലൊക്കെ ഇരിക്കുന്ന ഒരാൾ ഒരു സ്റ്റേജിൽ എത്താന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ബിഗ് താങ്ക്സ് ടു മമ്മിക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇല്ല. അപ്പോൾ ആ ഒരു സ്റ്റോറി പറഞ്ഞ് കേട്ടപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിൽ ഹ്യൂമർ ഉണ്ട്. ഹ്യൂമറിൻ്റെ മെയിൻ ആൾ നമ്മുടെ കൂടെയുണ്ട്. ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഓരോ സീൻ കഴിയുമ്പോൾ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിച്ചേട്ടൻ ഒരു കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടർ എന്താ നേരത്തെ ഇടാത്തതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എപ്പോഴും കൗണ്ടർ അടിച്ച് ഞങ്ങൾ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചന്ദനയ്ക്കും അറിയാം. എപ്പോഴും കൗണ്ടർ അടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പടമാണ്. ഇതിൽ ഹ്യൂമർ ഉണ്ട്, ത്രില്ലർ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്ററിൽ നിന്നാലാണ് ഇതിൻ്റെ സസ്പെൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വൺസ് അഗെയിൻ നമ്മൾ ഓരോരുത്തരും സഹകരിച്ചാൽ തന്നെയാണ് നമുക്ക് ഈ ഒരു മൂവി, ദി ഫ്രണ്ട്ഷിപ്പ് എന്ന മൂവി നമുക്ക് ഒരു ഹിറ്റാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ വിഷിംഗ് നിങ്ങളുടെ സൈഡിൽ നിന്നൊരു ബെസ്റ്റ് വിഷസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.